ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ളത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? ഒരുവിധം ആൾക്കാർക്ക് ഈ വീഡിയോ കാണുന്ന ഒരുവിധം ആൾക്കാർ, എസ്പെഷ്യലി ഓൺടർപ്രണേഴ്സൊക്കെ കേട്ട ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. പണ്ട് മുതലേ കേൾക്കുന്നതാണ്. അതിൽ ക്ലോസ് ടു 475+ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ടോപ്പ് 3 കാറ്റഗറി വരുന്ന ഫീച്ചേഴ്സാണ് ഒന്ന് പിവോട്ട് ടേബിൾ, രണ്ടാമത്തത് ലുക്കപ്പ് റെഫറൻസ്, മൂന്നാമത് ലോജിക്കൽ ഫങ്ഷൻസ്, അതായത് ഇഫ് ഫങ്ഷൻസ്, സം ഇഫ്, കൗണ്ട് ഇഫ് ഒക്കെ. ഏറ്റവും ടോപ്പിലുള്ളത് ഇത് പിവോട്ട് ടേബിളാണ്. അതായത് അത്രയ്ക്കും ഒരു പവർഫുൾ ടൂളാണ് പിവോട്ട് ടേബിൾ എന്നുള്ളത്. പിവോട്ടിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. സെൻട്രൽ പോയിന്റ്, അതായത് എക്സലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ലേറ്റസ്റ്റ് വേർഷനിലെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് മൊത്തം റോ വൈസ് എടുക്കുകയാണെങ്കിൽ ക്ലോസ് ടു 1 million ലൈൻ ഐറ്റംസ് ഉണ്ട്. കോളം വൈസ് മോർ ദാൻ 60,000. A തൊട്ടിട്ട് BC till XFT വരെ ഉണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഉദ്ദേശിച്ച ഡാറ്റ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്തുകൊണ്ട് സെൻട്രൽ പോയിന്റ് എത്തിക്കുന്നതിനാണ് മെയിനായിട്ട് ഈ പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. പിവോട്ട് മീൻസ് സെൻട്രൽ പോയിന്റ്. അതും വളരെ ക്വിക്കായിക്കോട്ടെ തന്നെ. സോ ഒരു ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പേർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഒരു MIS ഡാഷ്ബോർഡ് എന്താണെന്നുള്ളത്, ആ ഡാഷ്ബോർഡ് ഏതൊക്കെ രീതിയിൽ ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്, എസ്പെഷ്യലി നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനീൻ്റെ സ്റ്റാറ്റസ്, ലൈക്ക് അതായത് നമ്മുടെ ഒരു സെയിൽസ് പെർഫോമൻസ് ഡാഷ്ബോർഡ്, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്വിക്കായിട്ട്, എസ്പെഷ്യലി ഒരു ലാർജ് നമ്പർ ഓഫ് ക്രൗഡിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാവും, റൈറ്റ്? അപ്പം നമ്മൾ ഈ കോഴ്സിൽ കൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രം ദി സ്ക്രാച്ച് ഒരു ചെറിയൊരു ഡാറ്റാബേസ് വെച്ചും കൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് വെച്ചും കൊണ്ട് നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ നോക്കാം പിവോട്ട് ടേബിൾ ത്രൂ. അപ്പം ആദ്യം പിവോട്ട് ടേബിൾ എന്താണെന്നുള്ളത് കാണിച്ചു തരും. ശേഷം അതിൽ കുറേ ഹിഡൻ ട്രിക്സുകളുണ്ട്. പ്ലസ് അതിന് ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരും. പിന്നെ അതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരും സ്ലൈസർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പം നമുക്ക് വളരെ ക്വിക്കായിക്കൊണ്ട് ചുരുങ്ങിയ ടൈം കൊണ്ട് എങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ് ബിൽഡപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്.